ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് നവരാത്രി ഉത്സവം. നവരാത്രി ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നവരാത്രി 9 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കുന്നത്. നവരാത്രി എന്ന് പറയുമ്പോൾ നന്മയുടെ ആഘോഷമാണ്, നന്മയുടെ ഉത്സവമാണ്. ആദിപരാശക്തിയായ ദേവിയെ 9 ദിവസങ്ങളിൽ 9 ഭാവങ്ങളിൽ 9 രൂപത്തിൽ ആരാധിക്കുന്നു. നമ്മൾ നവരാത്രിയായിട്ട് ആരാധിക്കുന്നത് സാക്ഷാൽ ജഗദീശ്വരിയെയാണ്. അതായത് പ്രപഞ്ചമാതാവിനെ, പ്രപഞ്ചമാതാവെന്ന് പറയുമ്പോൾ സത്യപ്രപഞ്ചം, ഈ സത്യപ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ ആണ് നമ്മൾ 9 ദിവസങ്ങളിൽ 9 രൂപത്തിൽ ആരാധിക്കുന്നത്. നവരാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ വളരെ പ്രസിദ്ധമായ ഒരു ആഘോഷമാണ്. മൂകാംബികയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നവരാത്രി ആഘോഷങ്ങളൊക്കെ വളരെ വളരെ വലുതാണ്. മൂകാംബികയിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലൊക്കെ നവരാത്രി ഉത്സവം അതുപോലെ വലുതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ അതുപോലെ നവരാത്രി ആഘോഷങ്ങളൊക്കെ വളരെ വളരെ ബൃഹത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. നവരാത്രിയെക്കുറിച്ച് പറയുകയാണ്. നവരാത്രി ഐതിഹ്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നവരാത്രി എന്ന് പറയുമ്പോൾ നന്മയുടെ ആഘോഷമാണ്. അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ആഘോഷം തന്നെയാണ് നവരാത്രി. നവരാത്രി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് നവരാത്രി ഏറ്റവും ഗംഭീരമായിട്ട് കൊണ്ടാടുന്നത്. കൊൽക്കട്ടയിലൊക്കെ നവരാത്രി ആഘോഷങ്ങൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ ദസറ, വിജയദശമി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നതെന്ന് പറഞ്ഞാൽ മൈസൂരിലാണ്. മൈസൂർ ദസറ എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ് കേട്ടോ. ദേവിയെ 9 ദിവസങ്ങളിൽ 9 രൂപത്തിലാണ് ആരാധിക്കുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളിൽ വളരെ വ്യക്തമായി നവരാത്രി ആഘോഷം തുടങ്ങുമ്പോൾ ഓരോ ദിവസങ്ങളിലും അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നവരാത്രി എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു ആഘോഷമാണ്.